മോർണിംഗ് ഡ്രൈവ് വിത്ത് ആർജെ മത്തായി. മോർണിംഗ് ഡ്രൈവ് തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഡ്രൈവിൽ. ഇനിയിപ്പോൾ ഇന്നത്തെ താരമാണ്, ഇന്നത്തെ താരതിലകത്തിൽ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയുടെ ഒരു പ്രിയ കലാകാരനാണ്. നമുക്കൊക്കെ അറിയാം, കോമഡിയിലൂടെ വന്ന കലാകാരന്മാർ ഇന്ന് മലയാള സിനിമയിലും മലയാള നാടകരംഗത്തുമൊക്കെ ചരിത്ര വിജയങ്ങൾ നേടിയവരാണ്. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറി ദേശീയതലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ സലീം കുമാർ പോലും കൊച്ചിൻ കലാഭവനിൽ നിന്ന് വന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, നിരവധി ചാനലുകളിലെ റിയാലിറ്റി ഷോസ് പലരെയും സിനിമയുടെ മായിക ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അങ്ങനെ തന്റേതായിട്ടുള്ള ഹാസ്യ ശൈലിയിലൂടെ മലയാളി മിമിക്രി രംഗത്ത് ഏറെ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു പ്രിയ കലാകാരനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചങ്ങനാശ്ശേരിയുടെ സ്വന്തം ഷലീം ചങ്ങനാശ്ശേരി. ഷലീം, നമസ്കാരം. ഇന്നത്തെ താരം. ഷലീമെ, എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ കലാരംഗത്തേക്ക് എത്തിയത്? എങ്ങനെയാണ്? ഞാൻ സാധൻ കൊള്ളുരുത്തി സംവിധാനം ചെയ്ത ഹാസ്യമിത്ര എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് വരുന്നത്. പ്രശസ്തമായ ഒത്തിരി പേര് ഉണ്ട് അന്ന് ട്രൂപ്പിലുണ്ടായിരുന്നു. നമ്മുടെ വെളിനാട് പ്രമോദ് വരെ ഒക്കെ ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ സ്കൂൾ മുതലിലേക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു. പ്രൊഫഷണൽ ബാലസമിതി ഉണ്ടായിരുന്നേ, അശ്വതി നൃത്തകല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഭക്തപ്രഹ്ലാദനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഇടയ്ക്ക് ഒരു ചുവടുമാറ്റം നടത്തി അല്ലേ? അതായത് മിമിക്രിയിൽ നിന്ന് ബാലയിലേക്ക് ഒന്ന് പോകാമെന്നുള്ള ഒരു കണക്കൂട്ടൽ നടത്തി. ശരിക്കും പറഞ്ഞാൽ ആദ്യം ബാലയിലാണ് പോയത്. അത് കഴിഞ്ഞാണ് മിമിക്രിയിലേക്ക് എത്തുന്നത് അല്ലേ? അത് കഴിഞ്ഞാണ്, സ്കൂളിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ മിമിക്രിയിലേക്ക് വന്നത്. താങ്കളെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നാറുള്ളത്, താങ്കളുടെ കോമഡി പ്രകടനമൊക്കെ കാണുമ്പോൾ തോന്നാറുള്ളത് മറ്റൊരു ശൈലി, വേറിട്ടൊരു ശൈലി. സത്യമാണ്. അത് നമുക്ക് ഒരു ചിരി ബമ്പർ ചിരിയിലേക്ക് വരാം. എങ്ങനെയുണ്ടായിരുന്നു ജഡ്ജസിന്റെ കിട്ടിയ അനുഭവം? എന്തായിരുന്നു താങ്കളുടെ അടുത്ത തീം? എന്തായിരുന്നു? ഫസ്റ്റ് ചെയ്ത ഒരു പട്ടാളക്കാരൻ, ഒരു ATM സെക്യൂരിറ്റി, പഴയ ഒരു പട്ടാളക്കാരനാണ്. രണ്ടാമത്തെ ചെയ്തത് ഒരു റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പറ്റുന്ന പ്രായമുള്ള ഒരു അമ്മച്ചി. അങ്ങനത്തെ സംഭവം. ഇങ്ങനെയാണ് ഒരു സംഭവം ചെയ്തത്. എന്തായിരുന്നു ജഡ്ജസിന്റെ ഒരു പ്രതികരണം? എന്തായിരുന്നു? അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവര് വന്ന് ജഡ്ജസ് വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് നല്ല ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മള് കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ ഫീൽഡിലുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മലയാള സിനിമ തന്നെയാണ് സ്വപ്നം. താങ്കളുടെ സ്വപ്നം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഷലീമിന് ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇതുപോലെ വളർന്നു വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ആശംസിക്കുന്നു. റേഡിയോ മീഡിയ വില്ലേജും 90.8 ഒപ്പം തന്നെ ആർജെ മത്തായും മോർണിംഗ് ഡ്രൈവും. താങ്ക് യു. അങ്ങനെ മോർണിംഗ് ഡ്രൈവ് തുടരുമ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ താരമായിരുന്നു. ഇന്നത്തെ താരതിലകത്തിൽ നൽകുന്ന പ്രിയപ്പെട്ട കലാകാരൻ ഷലീം ചങ്ങനാശ്ശേരി ആയിരുന്നുള്ളത്. മോർണിംഗ് ഡ്രൈവ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 90.8 റേഡിയോ മീഡിയ വില്ലേജ്.